സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, LCOP സിന്ദാബാദ്, LCOP സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അമർധീരന്മാർ, അമരന്മാർ അമർധീരന്മാർ, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്. CPIM സിന്ദാബാദ്. കാലത്തിന്റെ ചരിത്രത്തിന്റെ മുന പൊട്ടിപ്പോകുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, ലോക്കൽ കമ്മിറ്റി ഓഫീസ് സിന്ദാബാദ്, ഇൻക്ലാബ് 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 സിന്ദാബാദ്. ഏരിയ കമ്മിറ്റി അംഗവും ദീർഘകാലം പെരുമ്പടപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്ന സഖാവ് PVG 1991 ഒരു അപകടത്തിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ 1994 എരമംഗലത്ത് അന്നത്തെ വെളിയങ്കോട് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ഓഫീസ് നിർമ്മിക്കുകയും അത് അന്ന് നമ്മുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും ഇന്ത്യയിലെ ഏറ്റവും ആരാധ്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സഖാവ് EMS ആണ് ആ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയത്. 94 മുതൽ 2024 വരെയുള്ള ഈ കാലയളവിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 2 ലോക്കൽ കമ്മിറ്റികളായി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അന്ന് വെളിയങ്കോട് ലോക്കൽ കമ്മിറ്റിക്കകത്ത് 7 ബ്രാഞ്ചുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 24 ബ്രാഞ്ചുകൾ 2 ലോക്കൽ കമ്മിറ്റികളിലുമായിട്ടുണ്ട്. ഇപ്പോൾ പഴയ ഓഫീസ് പുനർനവീകരിക്കുന്ന പ്രവർത്തനം 2022 ഡിസംബർ 30 സഖാവ് PVGയുടെ അനുസ്മരണ ദിനത്തിൽ നവീകരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ അതോടുകൂടി നേരത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓരോ ലോക്കലിലും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏറ്റവും അർഹമായ ആളുകൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനം നടപ്പിലാക്കണം എന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മുളമുക്കിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമ്മിണി എടുത്തിയക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് EN പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹവും ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം നമുക്ക് മാർഗനിർദ്ദേശം നൽകി നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. സഖാവ് EN മോഹൻദാസിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MLA സഖാവ് നന്ദേട്ടൻ ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി. നമ്മുടെ കൂടെയുള്ള സഖാവ് നന്ദേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK കലീമുദ്ദീൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് നാരായണ മാഷ് വരും, സഖാവ് സിന്ധു ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരെ ഹാർദമായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീർഘകാലം നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ച 1994 നമ്മുടെ ഈ ഓഫീസ് നിർമ്മിക്കുമ്പോൾ അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട AK ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായും പ്രവർത്തിച്ച സഖാവ് TM സിദ്ദീഖ് ഇവിടെയുണ്ട്. ദീർഘകാലം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മാർഗദർശിയായി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് CP മുഹമ്മദ് കുഞ്ഞ്, അതുപോലെ
ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് സുനിൽ, ലോക്കൽ സെൻട്രലിലെ സഖാക്കൾ അജയൻ, ഗിരിവാസൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കൾ, അതിലെല്ലാം ഉപരിയായി നമ്മൾ ഈ വീട് നിർമ്മാണത്തിന്റെ പദ്ധതിയുമായി നമ്മൾ സമീപിച്ച സമയത്ത് ആദ്യം നമ്മൾ പാർട്ടി അനുഭാവികൾ ബ്രാഞ്ചിലെ സഖാക്കൾ എല്ലാ വീടുകളിലും ചെന്ന് നമ്മൾ ഈ പരിപാടി പറഞ്ഞപ്പോൾ അതിനോട് ആത്മാർത്ഥമായി സഹകരിച്ച ആളുകൾ ചിലരെങ്കിലും നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം സ്വാഗതം പറയുകയാണ്. അതേപോലെ വീട് നിർമ്മാണത്തിന് നമുക്ക് പല പ്രയാസങ്ങളും വന്ന സമയത്ത് നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ അത് ചിലർ ആ വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ്, അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ എല്ലാം നമുക്ക് പലരും, ഈ സുമനസ്സുകളായ പലരും, അവരുടെ പേര് ഞാനൊരു മര്യാദയുടെ പേരിൽ ഇവിടെ പറയുന്നില്ല, അങ്ങനെ നമുക്ക് സഹായം ചെയ്ത സുമനസ്സുകളായിട്ടുള്ള സുഹൃത്തുക്കൾ, പാർട്ടി ബന്ധുക്കൾ, പൊതുജനങ്ങൾ എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ റിയാസ് പഴഞ്ഞി നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നമ്മുടെ കൂടെയുള്ള സഖാവ് റിയാസ് പഴഞ്ഞി ഇവിടെയുണ്ട്. എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ വെച്ച് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ 1994 മുതൽ ഇതുവരെയുള്ള നമ്മുടെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായി ഈ ഓഫീസ് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സഖാക്കൾക്ക് ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ഒരു ആദരം നമ്മൾ ഇവിടെ വെച്ച് നൽകുന്നുണ്ട്. അത് അവര് സഖാവ് AK, അതുപോലെ തന്നെ സഖാവ് KP ചന്ദ്രേട്ടൻ, ഞാൻ സ്വാഗതം വിട്ടുപോയി, ദീർഘകാലം നമ്മുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് KP ചന്ദ്രേട്ടൻ, ലോക്കൽ കമ്മിറ്റി അംഗമായ സഖാവ് PP ബാലേട്ടൻ, അതേപോലെ സഖാവ് NK അപ്പുണ്ണിയേട്ടൻ, PV കൃഷ്ണൻ, നമ്മുടെ മഹിളാ അസോസിയേഷന്റെ നേതാവായും ലോക്കൽ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ച സഖാവ് KV തങ്കം തുടങ്ങിയവരുടെ അവർക്കൊരു ആദരം നമ്മൾ നൽകുന്നുണ്ട്. അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാം സ്വാഗതം പറയുന്നു. ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കൾക്കും ഒരിക്കൽ കൂടി, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സുനിൽ കാരാട്ടയിലിനോട് അഭ്യർത്ഥിക്കുന്നു. ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിയുടെ PP അംഗമായിട്ടുള്ള സഖാവ് വിജയേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ സഖാവ് സുനിൽ, സഖാവ് EN മോഹൻദാസ്, സഖാവ് നമ്മുടെ MLA കൂടിയ നന്ദകുമാർ, വേദിയിൽ സന്നിധിരായ CPIM നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മൾ രണ്ട് നല്ല കാര്യങ്ങൾ നിർവഹിച്ച ഒരു സായാഹ്നമാണ് ഇത്. പാർട്ടിയുടെ ഓഫീസ് പുതുക്കി കുറെ കൂടി മെച്ചപ്പെടുത്തുക, ആ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം ഇപ്പോൾ നമ്മളിവിടെ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിന്, കുടുംബം എന്ന് പറയാൻ തന്നെ ഇല്ല, ഒരു സഹോദരിക്ക് പാർട്ടി അവരുടെ വീട് കത്തിപ്പോയ വീടിന് പകരം ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ലോക്കൽ കമ്മിറ്റി ഇവിടെ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഭവനരഹിതരായ ആളുകളുടെ പ്രശ്നങ്ങളെ വളരെ ഗൗരവപൂർവമാണ് പാർട്ടി കൈകാര്യം ചെയ്തു വരുന്നത്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ കേരളത്തിലെ ഭവനരഹിതരായ ആളുകൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് കൊടുത്തു വരുന്നുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കുന്ന സന്ദർഭത്തിലാണ് CPIM കേരളത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും ഒരു വീട് പാവങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചത്. ഏതാണ്ട് 2000-ഓളം വീടുകളാണ് ഇപ്പോൾ നമ്മുടെ പാർട്ടി ആ നിലയിൽ പാവങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. 200 കോടി രൂപ ഏറ്റവും ചുരുങ്ങിയത് ചിലവ് വരുന്ന നല്ല നിലയിൽ താമസിക്കാൻ സൗകര്യമൊരുക്കുന്ന വീടുകളാണ് പാർട്ടി ആ നിലയിൽ ഉണ്ടാക്കി നൽകിയിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏത് രാഷ്ട്രീയ വിരോധിക്കും ഈ നന്മ നിറഞ്ഞ പ്രവർത്തനത്തെ
കുറ്റപ്പെടുത്താനാവില്ല. നാട്ടുമ്പുറത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതിദരിദ്രരായ മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നമ്മൾ നടത്തിപ്പോരുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മളൊരു വീട് പാവപ്പെട്ട ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള സൗകര്യം, അത് തന്നെ ഏറ്റവും അതിദരിദ്രമായ ഒരു കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ആ പ്രവർത്തനത്തിന് മുൻകൈയെടുത്ത പാർട്ടി സഖാക്കളെ അഭിനന്ദിക്കാനാണ് ഈ അവസരം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പാർട്ടി ഓഫീസ് എന്നത് ഈ ഓഫീസിൻ്റെ രണ്ടാമത്തെ ഒരു ഉദ്ഘാടനം എന്ന് പറയാൻ തന്നെ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ കാര്യം വെച്ചാൽ സഖാവ് EMS ആണ് ഇതിൻ്റെ നമ്മളുടെ ആദ്യത്തെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ഓഫീസ് ഉദ്ഘാടനം EMS ചെയ്ത് തന്നെയാണ്. അതവിടെ നിന്നാ മതി, അത് നമ്മൾ കളയേണ്ട യാതൊരു കാര്യമില്ല, അതവിടെ നിൽക്കുന്നുണ്ട്. സഖാവ് EMS ആണ് ആ പ്രവർത്തനം നടത്തിയത് എന്നത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. വെളിയങ്കോട് ഓഫീസിൻ്റെ ഉദ്ഘാടനം EMS നടത്തിയതാണ്. അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാറിക്കളിക്കുന്നിടത്തോളം കാലം ആ ഫലകം നമ്മൾ കാറ്റൂല, ആഫീസ് സൗകര്യാനുസൃതം നമ്മൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനിയും അത് വിപുലപ്പെടുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ആഫീസ് മാറ്റും. അപ്പോൾ അതവിടെ കിടക്കും. അതൊക്കെ ഇതൊരു വല്ലാത്ത പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാതൃകാപരമായ പൊതുജീവിതത്തിൻ്റെ ഉടമസ്ഥനായ EMS ഇവിടെ നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വെളിയങ്കോട്ടെ പാർട്ടിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഗോപണിക്കിൻ്റെ കാര്യമാണ്, കണ്ടവരും കാണാത്തവരും ഇവിടെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ പൊന്നാനി താലൂക്കിൽ കുറേ നല്ല മനുഷ്യർ, അവരുടെ ഒരു ത്യാഗത്തിൻ്റെ അളവ് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ആലോചിക്കാൻ കഴിയാത്ത ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ ഒരുപാട് സഖാക്കൾ പൊന്നാനി താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. 1970 കുടികിടപ്പ് അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം CPIM തുടങ്ങി വെച്ചപ്പോൾ അന്ന് ജനുവരി മാസം 1-ാം തീയതി നമ്മുടെ പാർട്ടി സഖാക്കൾ അച്യുതമേനോൻ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലമാണ്. നമുക്ക് ഈ ഭൂമി പതിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ വളച്ചു കെട്ടുമെന്ന് തീരുമാനിക്കേണ്ടായി. ഈ കേരളത്തിൽ 10,000-കണക്കിന് കുടികിടപ്പുകൾ നമ്മളന്ന് വളച്ചു കെട്ടുകയുണ്ടായി. അങ്ങനെ കുടികിടപ്പ് വളച്ചു കെട്ടാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ ഭൂമിയിലെ കുടികിടപ്പുകാരെ മുഴുവൻ വിളിച്ച് ഇരുത്തി എൻ്റെ ഭൂമിയുടെ കുടികിടപ്പുകാരും പാട്ടകൃഷിക്കാരുമായ ആളുകളോട് സർക്കാരിൻ്റെ കൽപ്പനയൊന്നും വന്നില്ലെങ്കിലും നാളെ മുതൽ നിങ്ങളെല്ലാം ഈ ഭൂമിയുടെ ഉടമസ്ഥന്മാരാണ് എന്ന് പ്രഖ്യാപിച്ച് തൻ്റെ ഭൂമി തൻ്റെ കുടിയാന്മാർക്ക് കൊടുത്ത് ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് കുടികിടപ്പിൽ വളച്ചു കെട്ടാൻ സമരം നയിച്ചു പോയ UG മേനോൻ്റെ നാടാണ് പൊന്നാനി എന്നത് ഏറ്റവും അഭിമാനകരമാണ്. അതാണ് പൊന്നാനിയിലെ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതിയും ശൈലിയും. ഒരുപാട് ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് സഖാക്കൾ, ഒരു വലിയ നിരയാണ് അവര്. അതിൽ അവസാനത്തെ കണ്ണിയാണ് സഖാവ് AK. അപ്പോൾ ഒരുപാട് നമ്മുടെ നല്ല സഖാക്കൾ, ഏറ്റവും മാതൃകാപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം. ഈ വഴി പോയ ഒരാൾക്ക് ഗോപണിക്കരെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവില്ല. അത്രയും പ്രിയപ്പെട്ട നമ്മുടെ സഖാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മന്ദിരമാണിത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ വൈകുന്നേരം വെറുതെ ഇരിക്കില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്ന വഴികൾ, അതിൽ ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ പോരാളികൾ, ആ സഖാക്കളുടെ വഴിയിൽ ഈ പാർട്ടി വളരെ കരുത്തോട് കൂടി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ട ഒരു സന്ദർഭമാണിത്. അവരെ എല്ലാം ഓർമ്മിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പാർട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയുള്ള ഒരു പ്രസ്ഥാനമല്ല. ഇന്ത്യ രാജ്യത്തിനകത്ത്
തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPIM. തൊഴിലാളി വർഗ രാഷ്ട്രീയം ചൂഷണത്തിനെതിരായ പോരാട്ടമാണ് നടത്തുന്നത്. സാമൂഹ്യ ചൂഷണത്തിന് നേതൃത്വം നൽകുന്ന വർഗത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി പട്ടിണിക്കാരുടെയും സാധാരണക്കാരുടെയും പണിയെടുക്കുന്ന മനുഷ്യന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഭരണ സംവിധാനങ്ങളെ മാറ്റണം എന്ന അഭിപ്രായമുള്ള പാർട്ടിയാണ് CPIM. ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളുന്നത്. ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലായിടത്തും ആ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത ദാരിദ്ര്യത്തിന്റെ പുറത്തേക്ക് മനുഷ്യൻ വരുന്ന ലോകമല്ല, ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു ലോകമാണ്. ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയ കാലത്താണ് നാം ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ സാങ്കേതികവിദ്യ നമുക്ക് നാളെ ബുദ്ധിമുട്ടാവോ എന്നാണ് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ ചങ്ങാതി ചെയ്യാൻ നമുക്കറിയില്ല. മറ്റേ രജനീകാന്തിന്റെ ഒരു സിനിമ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ. മനുഷ്യനുണ്ടാക്കുന്ന യന്ത്രം മനുഷ്യന്റെ മേലെ മേധാവിത്വം സ്ഥാപിക്കുന്നതാണ്. അതിനെങ്ങനെ തടുക്കണം എന്നുള്ളതാണ്. അതിനേക്കാൾ അപകടകരമായ രൂപത്തിൽ പുതിയ സാങ്കേതികവിദ്യ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരാളെ മാത്രമായിട്ട് കൊല്ലാൻ കഴിയും, കണ്ടുപിടിച്ച് വെടിവെച്ച് കൊല്ലാൻ കഴിയും. സാങ്കേതികവിദ്യയാണ്. ഒരാൾക്കും എവിടെയും ഒളിച്ച് പോകാനൊന്നും പറ്റില്ല. നമ്മുടെ എല്ലാം പോക്കറ്റിലുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ഒരാൾ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അതെല്ലാവരും മനസ്സിലായിക്കൊള്ളണം. ഒളിച്ചു പോകാനൊന്നും പറ്റില്ല. മൊബൈൽ ഫോൺ പോക്കറ്റിലുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സാങ്കേതികവിദ്യ. നിങ്ങൾ എവിടെ പോയാലും മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചോണ്ടിരും. അപ്പൊ മൊബൈൽ ഫോൺ പോക്കറ്റിലുണ്ടായാൽ തന്നെ കുടുങ്ങി. പിന്നെ ആധാർ കാർഡ് ഇല്ലാത്ത ആരും ഇപ്പം നമ്മുടെ നാട്ടിലില്ല. ഈ ആധാർ കാർഡിൽ നിങ്ങളെ ഫോട്ടോ ഉണ്ട്. എന്തെങ്കിലും ചെയ്ത് ഒളിച്ചോടി പോകാൻ ഒരു രക്ഷയില്ലേട്ടാ. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകൾ ക്രോസ് ചെയ്ത് അവിടെ ചുടിക്കും. വിമാനത്താവളത്തിൽ വെച്ചാൽ അവിടെ വെച്ച് പിടിക്കും. റോട്ടിൽ കൂടി നടന്നു പോകുന്നത് ക്യാമറ ഉണ്ടായാൽ മതി. ഏതെങ്കിലും ഒരു ക്യാമറ ഉണ്ടായാൽ മതി. ആ ക്യാമറയിൽ നിങ്ങളുടെ മുഖം പതിഞ്ഞാൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ആകാശത്തുള്ള ഉപഗ്രഹം വഴി കണ്ടുപിടിക്കപ്പെടും. ഒരു രക്ഷയില്ല. പണ്ടൊക്കെ ബോംബ് ഇടങ്ങിയ ഒരു ഇത് വരണം. ആര്? നമ്മുടെ വിമാനം വരണം. ഇപ്പൊ ഒരു ഡ്രോൺ വന്നാൽ മതി. കല്യാണത്തിന് മറ്റേ ഫോട്ടോ എടുക്കാൻ വരുന്ന സാധനം ഉണ്ടല്ലോ, മൂളി ഇറക്കണ ആള്. ആ ഒരാൾ മൂളി വന്നിട്ട് ഇതിലൊരാൾ വെടിച്ചിട്ടാണ് പോകും. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് സാങ്കേതികവിദ്യ. ഈ സാങ്കേതികവിദ്യ ഇപ്പൊ കണ്ടില്ലേ, കർഷക സമരത്തെ നേരിടാൻ വേണ്ടി ഡ്രോൺ വഴിയാണ് കണ്ണീർവാതകം കൊണ്ടുവന്നത്. പണ്ടൊക്കെ കണ്ണീർവാതകം തന്നെ ഷൂട്ട് ചെയ്യുക, വെടിക്കുക. അതുപോലെ കണ്ണീർവാതകം വരിക. അകത്ത് കയറിയപ്പോ എവിടെയാണ് ശീവേലി എന്ന് അവനറിയില്ല, എവിടെയാണ് കളവം എന്നറിയില്ല. കളവം കിട്ടിയാൽ എങ്ങനെയാണത് തുടരേണ്ടതെന്ന് അവനറിയില്ല. അപ്പൊ അതൊന്നും അറിയാത്ത തീയൻ അതിനകത്ത് കയറിയതിനെ കുറിച്ചുള്ള എത്ര കഥയാണ് പണ്ട് കാലത്തെ സവർണന്മാർ ഈ പൊന്നാനിയിൽ പറഞ്ഞു പരത്തിരുന്നത്. പിന്നെ ഇവിടെയാണ് സമരങ്ങൾ നടന്നത്. ആ പഴയ കാലത്തിന്റെ മുഖം ഇപ്പുണ്ടോ? ഈ കിഴക്കേ നിറക്കിയ തീയന്മാർക്ക് ഒരാളുണ്ടായിരുന്നില്ലേ പ്രാർത്ഥിക്കാൻ? കിഴക്കേ നിറക്കലുണ്ടായിരുന്നല്ലോ തീയന്മാർക്ക് ഒരാള്. അതിപ്പുണ്ടോ? ആ ആലിനിപ്പോ മഞ്ജുളാലിന് പേരിട്ടിരിക്കുക. ആ ആലിപ്പില്ല. എല്ലാവരും അമ്പലത്തിൽ കയറിയില്ലേ? പണ്ട് എല്ലാവരും അമ്പലത്തിൽ കയറ്റിയോ? ദേശീയ പ്രസ്ഥാനം വലിയ സമരമായിട്ടല്ലേ ഇതിനെ ഏറ്റത്? ദേശീയ പ്രസ്ഥാനം രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായത് എപ്പോഴാ? വെള്ളക്കാരനെ തോൽപ്പിക്കാനുള്ള വലിയ പ്രസ്ഥാനം മഹാത്മജി രൂപപ്പെടുത്തുമ്പോ അതിൽ ഒന്നാമത്തെ ഭാഗമായിട്ട് ഗാന്ധിജി കണ്ടത് പിന്നോക്കക്കാരനെയും ദളിതനെയും രാഷ്ട്രീയ ബഹുധാരയിലേക്ക് കൊണ്ടുവരണം. ഹിന്ദുമതത്തിലെ സവർണ മേധാവികൾ അതിന് തടസ്സം നിൽക്കുകയാണ്. ആ ഘടകങ്ങൾക്കെതിരായി ജനങ്ങൾ അണിനിരത്തണം. അങ്ങനെ ജനങ്ങൾ അണിനിരന്നാണ് ഈ അമ്പലങ്ങളിൽ കയറി പ്രാർത്ഥിക്കാനുള്ള അവകാശം നേടിയെടുത്തത്. അമ്പലങ്ങളിൽ കയറി പ്രാർത്ഥിക്കാൻ സമരം ചെയ്യേണ്ടി വന്ന ഒരു സമൂഹ ജനവിഭാഗമാണ് ഹിന്ദുക്കൾ എന്ന കാര്യം നാം മറന്നുപോകരുത്. അതിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരനും ദളിതനും. ഇപ്പൊ അതാണ് മുഖ്യ പ്രശ്നം.
അമ്പലത്തിന്റെ പ്രശ്നം ഏറ്റവും മുഖ്യ പ്രശ്നമായത് 1924 അമ്പലത്തിന് മുന്നും കൂടി നടന്നു പോകാൻ പറ്റില്ല. 31, 32 അകത്ത് കയറാൻ പറ്റില്ല. അമ്പലങ്ങൾ തുറന്നു കിട്ടിയിട്ടില്ല. അമ്പലങ്ങൾ തുറന്നു കിട്ടാത്തതുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാതിരുന്നോ? അമ്പലങ്ങൾ തുറന്നു കിട്ടാത്ത കാലത്ത് തീയന്മാര് പ്രാർത്ഥിച്ചില്ലേ? വീട്ടിന് മുന്നിൽ ഒരു കല്ലും വെച്ച് കരിങ്കുട്ടീനും കുട്ടിച്ചാത്തിനെയും ഒറ്റമുലച്ചീനും സ്ഥാപിച്ച് ഇടയ്ക്ക് അവിടെ പ്രാർത്ഥന നടത്തി അവർ കാര്യങ്ങൾ നടത്തിപ്പോയില്ലേ? ദളിതൻ സ്വന്തം ദൈവങ്ങളെ പ്രാർത്ഥിച്ചില്ലേ? അമ്മ ദൈവങ്ങളെ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥനയും വിശ്വാസവും അമ്പലങ്ങളിൽ കയറാത്ത കാലത്തും സ്വന്തം വീട്ടുമുറ്റത്തെ അമ്പലമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവവിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? ഈ ഇപ്പൊ നടത്തുന്ന പോലെയുള്ള അക്രമം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്താണ് അടിസ്ഥാന ലക്ഷ്യം? അടിസ്ഥാന ലക്ഷ്യം സവർണ താല്പര്യങ്ങളുടെ സംരക്ഷണമാണ്. സവർണ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ, ബ്രാഹ്മണ്യത്തിന്റെ പുതിയ മുഖങ്ങളെ സംരക്ഷിക്കാൻ, അവർക്ക് തീവ്ര ഹിന്ദുത്വ വർഗീയ അജണ്ട പ്രാവർത്തികമാക്കാൻ. സവർണ ഹിന്ദു മാത്രം വിചാരിച്ചാൽ തെക്കിയോ? അപ്പൊ അവിടെ അവർണ ഹിന്ദു വേണം, ദളിതൻ വേണം, പിന്നോക്കക്കാരൻ വേണം. അതിന് പറ്റിയ തരത്തിൽ ചില വാചകം പറയാണ്. ആത്യന്തിക ലക്ഷ്യം വർഗ താല്പര്യം സംരക്ഷിക്കലാണ്, കോടീശ്വരന്റെ താല്പര്യം സംരക്ഷിക്കലാണ്. BJPയുടെ ഭംഗി കണ്ടിട്ടും ആശയ സമ്പുഷ്ടത കണ്ടിട്ടും നരേന്ദ്രമോദിയുടെ ഭരണമികവിന്റെ കരുത്തിലും എല്ലാ സംഘപരിവാർ അധികാരം നിലനിർത്തിപ്പോകുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ധനക്കരുത്തിലാണ്, പിന്തുണയിലാണ് ഈ തീവ്രവർഗീയത ഇന്ത്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടകരമായ ഒരവസ്ഥയാണത്. മുതലാളിക്ക് പാവങ്ങളെ ചൂഷണം ചെയ്യാൻ വർഗീയത ഉപയോഗപ്പെടുത്തുകയാണ്. അതിന്റെ അങ്ങേ തലയ്ക്കൽ മനുഷ്യന്റെ അവകാശങ്ങളുടെ നിഷേധം നടക്കുകയാണ്. പണിയെടുക്കാനുള്ള അവകാശത്തെ, പണി മുടക്കാനുള്ള അവകാശത്തെ, തൊഴിലിൽ കൂലി ചോദിക്കാനുള്ള അവകാശത്തെ, മര്യാദയ്ക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള മൗലിക അവകാശങ്ങളെ മുഴുവൻ നിഷേധിക്കുന്ന തരത്തിൽ അടിമസമാനമായ ജീവിതത്തിലേക്ക് ദുർബലനായ മനുഷ്യൻ നിസ്സഹായനായി മാറുന്ന അപകടകരമായ ഒരു കാലത്തെയാണ് ഈ സംഘപരിവാർ ഭരണം ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും കലാപം ഉണ്ടാവണം, എന്നും അക്രമങ്ങൾ ഉണ്ടാവണം. ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഇന്ന് വന്നുയർന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളുടെയും മുകളിൽ ഈ വർഗീയ താല്പര്യം മാത്രം സ്ഥാപിച്ചിരിക്കുക. ഭിന്നാഭിപ്രായമുള്ള രാഷ്ട്രീയം ശക്തിപ്പെടുന്നിടത്ത് സംസ്ഥാനങ്ങളിൽ ഗവർണറെ കൊണ്ടുപോയിച്ചിരിക്കുകയാണ്. അവരവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഭരണഘടനാ വിരുദ്ധമായ രൂപത്തിൽ അവർ പെരുമാറുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ചെയ്യുന്ന ജോലി എന്താ? ഭരണഘടനാപരമായി സംസ്ഥാനവും കേന്ദ്രവും ചെയ്യേണ്ട ജോലികൾ ഭരണഘടനയിലുണ്ടല്ലോ. ആ ഭരണഘടനാ ചുമതല നിർവഹിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കാതിരിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ ഗവർണർക്കുണ്ടോ? എന്നാൽ ഇന്ന് ഗവർണർമാർ വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് പെരുമാറുന്നത്? ഗവർണർമാരുടെ ഒരു ജോലി എന്താ? സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിയിൽ ഒപ്പിടുക. അത് ഗവർണറുടെ ജോലിയാണ്. അതാണ് മെയിൻ ജോലി. ബാക്കിയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചവിടെ ഇരിക്കുകയാണ്. മെയിൻ ജോലി നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളുടെ അടിയിൽ ഒപ്പിടുക. അതാണ് ഗവർണറുടെ ജോലി. ഇപ്പൊ കേരള ഗവർണർ ഒപ്പിടുണ്ടോ? ഒരു നിയമം കിട്ടിയ ആളവിടെ ഇരിക്കും. എത്ര കാലം അദ്ദേഹം ഇരുന്നു? എത്ര കാലം ഇരുന്നു? വിദ്യാഭ്യാസ പരിഷ്കരണത്തെ കുറിച്ചുള്ള കുറെ നിയമം നമ്മൾ പാസ്സാക്കി. നിയമസഭ പല പല നിയമങ്ങൾ നമ്മൾ നിയമസഭ പാസ്സാക്കി. എല്ലാം ഗവർണർക്ക് അയച്ചു കൊടുത്താൽ അദ്ദേഹം അതിൽ പെട്ടിയിലടച്ച് അവിടെ ഇരിക്കും. അവസാനം കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ അദ്ദേഹം മുർമൂനെ അയച്ചു. ഒപ്പിടല്ല. ഈ സംസ്ഥാനത്തിന്റെ ഏത് താല്പര്യ അവിടെ സംരക്ഷിക്കുന്നത്? കൊല്ലത്തിലൊരു പ്രസംഗം നിയമസഭയിൽ നടത്തലാണ് ഈ ഗവർണർമാരുടെ ജോലി. ഇപ്പൊ ഗവർണർമാരെന്താ ചെയ്യണത്? കൊല്ലത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി അവിടെ പോവും. പോയ മായത്തിനെ കാറ് കയറിയും കണ്ടു വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിലൊരു BJP വരണാണ്. രാജ്യത്ത് BJP ഒരുക്കുകയാണ്. ജനാധിപത്യത്തെ എത്ര ബഹുമാനിക്കാത്ത പാർട്ടിയാണ് BJP എന്ന് നമ്മൾ കാണുന്നില്ലേ? ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്ക് ധനപരമായ സ്വാതന്ത്ര്യം, ഫെഡറൽ അവകാശമുണ്ട്. ഭരണഘടന പറയുന്നുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ കയ്യിൽ വരേണ്ട പണം കേന്ദ്രത്തിന്റെ കയ്യിലെത്തിക്കുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണങ്ങൾ നടത്തി. ഇപ്പൊ സംസ്ഥാനങ്ങൾക്ക് ദൈനംദിന ഭരണനിർവഹണത്തിന് പോലും പണമില്ലാതാവുന്നു. നമുക്ക് അവകാശപ്പെട്ടത് തടഞ്ഞു വെക്കുന്നു.
ഇപ്പൊ കേരള ഗവൺമെന്റ് ഒരു 700 കോടി രൂപ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു കൈ നിർത്തിട്ട് കേന്ദ്രം തരേണ്ടതാ. അതിന് അപേക്ഷ കൊടുത്തു കേരള ഗവൺമെന്റ്. കേന്ദ്രം പറയാണ് ഞങ്ങൾ തരൂല. എന്താ കാരണം? 1-ാം തീയതി കൊടുക്കേണ്ട പൈസ നിങ്ങൾ 5-ാം തീയതി കൊടുത്തു, അതുകൊണ്ട് തരൂല. അത്രേ ഉള്ളൂ. 1-ാം തീയതി കൊടുക്കേണ്ട പൈസ 15-ാം തീയതി കൊടുത്താൽ പിന്നെ തരാൻ പാടില്ല. അവർ തരുന്ന പൈസ കേട്ടാ, അവർ തരാതിരിക്കാൻ പറഞ്ഞ ന്യായം എന്താ? 1-ാം തീയതി അല്ല കൊടുത്തത്, 15-ാം തീയതിയാണ്. 100 കോടി തരുന്നില്ല. എന്താ ന്യായം? 3 മാസം മുമ്പ് അപേക്ഷിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയാണ്. നമുക്ക് അവകാശപ്പെട്ടില്ല, അപേക്ഷിക്കാനുള്ള തീയതി തെറ്റിയാൽ അവകാശപ്പെട്ടതിൽ തരാതിരിക്കാൻ പറ്റുമോ? തീയതി തെറ്റിയാൽ, അപേക്ഷയുടെ തീയതി തെറ്റിയാൽ, ഇത് വേറല്ല ജോലിക്ക് അപേക്ഷിക്കുന്നതല്ല, ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാ. ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടത് തീയതി തെറ്റി. അവർ പറഞ്ഞ കരാറിന്റെ അടിയിലല്ല ഒപ്പിട്ടത്. സ്വാഭാവികമായിട്ടും അവർ പറയുന്ന കരാറിന്റെ അടിയിൽ ഒപ്പിടണോ ഒപ്പിടണ്ടേ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ചർച്ച ചെയ്യേണ്ടി വരില്ലേ? അതിനുവേണ്ടി സമയം എടുക്കൂലേ? എന്താ ചെയ്യുന്നത്? തീയതി തെറ്റി, സ്പെല്ലിംഗ് തെറ്റി, കടലാസിന്റെ നിറം മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന്റെ അവകാശത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ? സംസ്ഥാനത്തിന് കിട്ടേണ്ടതല്ലേ? ജനങ്ങളുടെ അവകാശമല്ലേ? അത് നിഷേധിക്കില്ലേ അവിടെ? കേരളം വളരെ വ്യത്യസ്തമായ തരത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ആർക്കും അതിൽ സംശയം ഉണ്ടാവേണ്ടതില്ല. ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഒരുപാട് തവണ അധികാരത്തിൽ വന്നൊരു സംസ്ഥാനമാണ്. സ്വാഭാവികമായും കേന്ദ്ര കോൺഗ്രസ് നയമല്ല ഇവിടെ നടപ്പിലാക്കിയത്. ബിജെപിയും വർഗീയ ശക്തികളും മറ്റ് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും നടപ്പിലാക്കിയ നയവുമല്ല കേരളം നടപ്പിലാക്കിയത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ് EMSന്റെ നേതൃത്വം അധികാരത്തിൽ വന്നത്. ഇടതുപക്ഷ ഗവൺമെന്റുകളാണ്. ആ ഗവൺമെന്റുകൾ നടത്തിയ നിയമങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത സാമൂഹ്യ തുല്യത സമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. കുറച്ച് സമ്പന്നന്മാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, സമ്പന്നന്മാരുടെ കുട്ടികൾക്ക് സൗകര്യങ്ങൾ, അതാണോ കേരളത്തിലുണ്ടായത്? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സർവകലാശാലയിൽ പഠിക്കുന്നത് എവിടെയാ? കേരളത്തിലാ. 70% പെൺകുട്ടി. നിങ്ങൾ കോളേജിൽ പോയി നോക്കൂ, 70% കോളേജിൽ പെൺകുട്ടിയാ. യൂണിവേഴ്സിറ്റി ഗവേഷണം 70% പെൺകുട്ടിയാ. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഈ മാറ്റം? അതല്ലേ സാമൂഹ്യ തുല്യത പറഞ്ഞത്. പാവപ്പെട്ടവന്റെ വീട്ടിലെ കുട്ടിയല്ലേ പഠിക്കുന്നത്? പണക്കാരന്റെ കുട്ടി മാത്രമല്ലല്ലോ, എല്ലാവരുടെയും വീട്ടിലെ കുട്ടി പഠിക്കില്ലേ? ഏറ്റവും കുറവ് കൊഴിഞ്ഞു പോക്കുള്ളത് എവിടെയാ? കേരളത്തിലാ. 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ 99% കുട്ടിയും 10-ാം ക്ലാസ്സിലെത്തും. ഇവിടെ എല്ലാ കുട്ടിയും പഠിക്കുക, എല്ലാ കുട്ടിയും കോളേജിൽ പോവുക, സാങ്കേതിക പഠനം നടത്തുക, ഗവേഷണ പഠനം നടത്തുക. വീടില്ലാത്ത ആളുകളുണ്ടോ? 96% ആൾക്ക് വീടില്ല ഇവിടെ. 96% ആളുകൾക്ക് ഭൂമിയില്ല ഇവിടെ. അങ്ങനെ ഒരു നാട് ലോകത്തുണ്ടോ? ലോകത്തില്ല. ഇപ്പൊ കോവിഡ് ഉണ്ടായില്ലേ? എല്ലാവർക്കും ചികിത്സ അമേരിക്കയിൽ കിട്ടിയോ? യൂറോപ്പിൽ കിട്ടിയോ? ശവം സംസ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ടില്ലേ ടിവിയിൽ? ശവം കൂട്ടിയിട്ടിരിക്കുക മുതലാളിത്ത. ശവം സംസ്കരിക്കാൻ കമ്പനി അവിടെ പൈസ അടയ്ക്കണം. പൈസ അടച്ചാൽ കമ്പനി ഒരു 20-25-30 ശവയെ സംസ്കരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു നോട്ടി കള്ളാസ് കയ്യിൽ തരും. നമുക്ക് ശവം സംസ്കരിക്കാൻ ചെല്ലുമ്പോൾ ഇറ്റലിയിലും അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ ശവം സംസ്കരിക്കാൻ മരിച്ചാലും കൊണ്ട് നമ്മൾ എന്നാൽ ഒരു കുറിപ്പ് അവിടെ നിന്നും 16-ാം തീയതി വരാൻ പറയും, അന്ന് സംസ്കരിക്കില്ല. അല്ലെങ്കിൽ 25-ാം തീയതി വരാൻ പറയും, അന്ന് സംസ്കരിക്കാറ്. കാരണം ഇയാളെ ഒരു 5 ഉള്ളൂ, അല്ലെങ്കിൽ 15 സംസ്കരിക്കാനുള്ള വകുപ്പുള്ള അവിടെ. അപ്പോഴാ ഒരു 100 ആൾ മരിച്ച്. അങ്ങനെ കോവിഡിൽ സംഭവിച്ചത്. ശവം കൂട്ടിയിടുക, സംസ്കരിക്കാൻ പറ്റൂല. മരുന്നും ചികിത്സയും കൊടുക്കാൻ പറ്റുമോ? ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട അവൻ ഒപ്പിട്ടല്ലേ ചികിത്സയുള്ളൂ. എന്നാൽ എല്ലാവർക്കും ചികിത്സ കൊടുത്ത, എല്ലാ മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച് അവന്റെ വിഷയം കൈകാര്യം ചെയ്ത ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധാനം, ചികിത്സാ സംവിധാനം ഈ കേരളത്തിലാണ്. തെളിയിച്ചില്ലേ? ലോകത്തെവിടെ പോകും നിങ്ങൾ? ഏത് നാട്ടിൽ ചെന്ന് നിങ്ങൾ കേരളം എന്ന് ചോദിക്കും? കോവിഡിന് ശേഷം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് കേരളം എന്ന് പറയുന്ന നാടിനെ അറിയാത്ത ഒരു നാടും ഇന്ന് ലോകത്തില്ല എന്നതാണ്. അതാണ് പ്രശ്നം. ആ വളർച്ചയാണ് കേരളം ഉണ്ടാക്കിയത്. ആ സാമൂഹ്യ തുല്യതയാണ് നാം രൂപപ്പെടുത്തിയിരുന്നത്. സാധാരണക്കാരന് കൂടി മനുഷ്യാവകാശങ്ങളെ സംരക്ഷിച്ച് നൽകിയതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് അങ്ങനെ വേറൊരു സ്ഥലത്ത് ലോകത്തില്ല. ഒരു മുതലാളിത്ത രാജ്യത്തിലും ആ നിലയിൽ വളർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പോ നമ്മള് 2ാം പിണറായി ഗവൺമെന്റാണ്. എന്താ നമ്മള് ജയിച്ച ഉടനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കി. ജയിച്ചപ്പോ പാർട്ടി പറഞ്ഞു ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുക. ഇന്ത്യയിൽ മറ്റിതര സംസ്ഥാനത്തേക്കാൾ എല്ലാ നിലയിലും ഞങ്ങൾ മുന്നിലാണ്.
അതിൽ ഏറ്റവും അസാന്ത കണക്ക് ഈ അടുത്ത ദിവസം ഞാൻ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന നമ്മുടെ രഘുറാം രാജൻ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് ഒരു 2 മാസം മുമ്പ് പ്രസിദ്ധീകരിച്ചത്. ഞാനിത് വായിക്കുമ്പോൾ ഏറ്റവും കൗതുകകരമായ കാര്യം, അതിൽ എത്രയോ സ്ഥലത്ത് കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യൻ സമ്പദ്ഘടനയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഒരിടത്ത് അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഈ പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ എണ്ണമുണ്ട്. അതനുസരിച്ച് നമ്മുടെ മോദിജിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് യോഗിജി ഉണ്ടല്ലോ, യോഗിജിയുടെ ഉത്തർപ്രദേശിൽ 1000 ആൾ പ്രസവിച്ചാൽ 1000 അമ്മമാർ പ്രസവിച്ചാൽ 54 അമ്മയും കുട്ടിയും മരിക്കും. 54. അമേരിക്കയിൽ 6 ആൾ മരിക്കും, ചൈനയിൽ 6 ആൾ മരിക്കും, അമേരിക്കയിൽ 5 ആൾ മരിക്കും, കേരളത്തിലോ 4 ആളാണ് മരിക്കുക. ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതത്വം അമ്മയ്ക്കും കുഞ്ഞിനും നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് രഘുറാം രമേശൻ അവിടെ എഴുതി വെച്ചിരിക്കുക. രഘുറാം രാജൻ എഴുതി വെച്ച ഇതാ. ഈ വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമൂഹമായെങ്കിൽ പാർട്ടി പറഞ്ഞു നമ്മൾ ജീവിത നിലവാരത്തിൽ ഇന്ത്യയിൽ 1-ാമതാണ്. ഇപ്പോ അതിനെ ലോകോത്തര നിലവാരമുള്ളതാക്കി അടുത്ത 5 കൊല്ലം കൊണ്ട് മാറ്റാനാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് പരിശ്രമിക്കുക. അതാണ് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. അതിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പൊ പരിശ്രമിക്കുന്നത്. ഏറ്റവും മികച്ച കാര്യമില്ലേ? എന്തെങ്കിലും തകരാറ് കാണിക്കണോ നമ്മള്? ഗവൺമെന്റിന് താഴോട്ട് പോയില്ലേ ഇത്? എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ മന്ത്രിമാരും ജനങ്ങളുടെ അടുത്ത് വന്നില്ലേ? നിങ്ങളെല്ലാം കണ്ടതല്ലേ? ഇങ്ങനെ ഇതിനും ഉണ്ടായിട്ടുണ്ടോ? ഇവരെന്താ പറഞ്ഞേ? ഇവര് പറഞ്ഞു വലിയ ദൂർത്തായിരിക്കും. 10-20 മന്ത്രിമാര്, അവരുടെ 21 കാറ്, പിന്നെ ആഡംബരം, ഉദ്യോഗസ്ഥന്മാര്, എത്ര പണം ചെലവാവും. കല്യാണത്തിനൊരു ബസ്സിലാണ് പിണറായി മന്ത്രിമാരും കൂടി പോയത്. നമ്മൾ കല്യാണത്തിനോട് ബസ്സില്ലേ, അത് ഇതിനേക്കാളും നല്ലത് ചെലവ്. അതിൽ TV കൂടി ഉണ്ട്, സിനിമ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിലതില്ല. ഒരു സീറ്റിൽ പിണറായി ഇരുന്നു, അടുത്തത് ബാക്കിയുള്ളവർ അവിടെ ഇരുന്നു. അവരങ്ങനെ ബസ് കയറിപ്പോയി. നല്ല കാര്യമല്ലേ? ഇവർക്ക് സഹിക്കണില്ല, ബസ് കയറി പോവേ. ബസ് കയറി പോകുമ്പോ ഭയങ്കര കുഴപ്പമാണ് കേരളത്തിൽ. എന്താണ്? ഒരു സ്കൂളിക്കിന്റെ അവിടെ ബസ് കയറാത്തൊരു മതിൽ ഒഴിച്ചാണ്ട് ബസ്സാത്തേക്ക് ഭയങ്കര സംഭവിക്കും. അണുബോംബ് പൊട്ടിയതുപോലെ അല്ലേ മലയാള മനോരമന്റെ 1-ാം പേജിൽ ഞാൻ വായിച്ചത്. മതില് പൊളിച്ചു. അതിന്റെ അടുത്തൊരു മറ്റേ JCBയുടെ ചിത്രം ഇട്ടിട്ടുണ്ട്. 1-ാം പേജിലേ ഏറ്റവും വലിയ വാർത്ത, മതില് പൊളിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിണറായി പോയി ആ മതില് അവിടെ അടച്ച് ഗേറ്റും വെച്ചു കൊടുത്തു. ആൾക്കാർക്ക് സന്തോഷമായി. അതിന് മുമ്പ് നായും പശുവൊക്കെ ആയിട്ടുള്ളൂ ആ മൈതാനത്തിനൊക്കെ തടഞ്ഞുപോ ഇത് വന്ന് പോയതിന്റെ ശേഷം. അതിനുണ്ടായില്ലേ? എത്ര എണ്ണപ്പോ ബാക്കിയുള്ളതൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. വലിയ കുറ്റാണോ? വലിയ കുറ്റായിട്ടേ ആ ബസ്സൊന്ന് കയറാൻ സ്ഥലം ചെയ്യാത്തോണ്ട് ഒന്ന് റോഡ് ഗേറ്റ് ഒന്ന് വീതി വിട്ടേന് വലിയ കുറ്റായിട്ടില്ല ഇവിടെ പ്രസിദ്ധീകരിച്ച്. എന്തെല്ലാം കുറ്റങ്ങളായിരുന്നു. ആ ജനമുന്നേറ്റ സദസ്സ് തുടങ്ങിയപ്പോ തന്നെ ആ ബസ്സിന്റെ മുന്നിലേക്ക് അന്ന് മുതൽ ചാടാൻ തുടങ്ങിയില്ലേ കോൺഗ്രസ്? അന്ന് മുതൽ എന്തിനാ ഇപ്പൊ ചാടുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തായിരുന്നു ലക്ഷ്യം? ബസ്സിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടണം. പറഞ്ഞു ചാടിയാൽ പിന്നെ പിടിക്കെങ്കിലും ചെയ്യാൻ ചാടൂല. എവിടുന്നാ ചാടുമെന്ന് പറയാനും പറ്റില്ല. ബസ് ഇങ്ങനെ പോവല്ലേ. ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കോൺഗ്രസ് ഒറ്റ ചാട്ടാ 2 ആളുണ്ടോ? 2 ആളാ. എല്ലാം പ്രസിഡന്റും സെക്രട്ടറി, അല്ലാത്ത ഒരാളും ഇല്ല. അരിയായില്ല. ചാടിയോലെ പട്ടികണ്ട്. ഞങ്ങൾ നോക്കിയേ, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഇല്ലാത്ത ഒറ്റാളില്ല. അനുയായി ആരും ചാടിയില്ല. നേതാക്കന്മാരാ ചാടിയത്. എന്താ കാരണം? ആരും വരുന്നില്ല. മനസ്സിലായി നിങ്ങള്? ആ പട്ടിക നിങ്ങൾ അത് മനസ്സിലായിക്കൊള്ളണം. സാധാരണ മനുഷ്യർ സമരത്തിന് വരുന്നില്ല. എന്തിനാ ചാടിയത്? ഒറ്റ ഉദ്ദേശമുള്ളൂ, അത് മേലെ തട്ടണം. മേലെ തട്ടി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അഥവാ ഒരു കുരുത്തക്കെട്ടിന് ഒരാൾ മരിച്ചു ചോദിച്ചാല് പിണറായിന്റെ ജാഥ അവിടെ എത്തുന്നതിന് മുമ്പ് ഇതുമായിട്ട് മുന്നിൽ ഇങ്ങനെ പോകണം. എന്തായിരുന്നു? പറ്റുമോ? നല്ല കരുതല് കേരള പോലീസും കുറച്ച് കരുതല് പാർട്ടി എടുത്തതുകൊണ്ട് ഒരു കുഴപ്പം ഇവിടെ കേരളത്തിലുണ്ടായില്ല. ഇവർ കുടുങ്ങിപ്പോയി. ആ ഘോഷയാത്ര നടത്താൻ പറ്റിയില്ല. നോക്കൂ സമീപനം, എത്ര മോശം സമീപനം പ്രതിപക്ഷത്തിന്റെ, എത്ര നല്ല സമീപനം ഗവൺമെന്റിന്റെ. ആ ജാഥ സമാപിക്കുമ്പോ, സാധാരണ ജാഥ സമാപിക്കുമ്പോൾ നമ്മളെല്ലാവരും പോയി എത്ര ജാഥ ഇവിടുന്ന് പോയി? ആ ജാഥ സമാപിക്കുമ്പോ സമാന്തര ജാഥ ആരെങ്കിലും വെക്കുവോ? കേരളത്തിൽ എന്താ നമ്മൾ കണ്ട്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും ഒരുമിച്ച് ഒരു ജാഥയിൽ പങ്കെടുത്ത് ആ ജാഥ സമാപിക്കുമ്പോ ദശലക്ഷക്കണക്കിന് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ സമാപനം എന്നുള്ള എനിക്ക് 10,000-കണക്കിന് ആളുകൾ തിരുവനന്തപുരത്ത് ഒന്നിക്കുമ്പോ അന്ന് രാവിലെ ഒരു പരിപാടി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ജാഥ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കാണ്.
നിയമം കയ്യിലെടുക്കാനില്ലേ? എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെത് വരിവരിയെ പോവില്ലേ? സുധാകരൻ പോയില്ലേ? ശശി തരൂർ പോയില്ലേ? രമേശ് ചെന്നിത്തല പോയില്ലേ? സതീശൻ പോയില്ലേ? എല്ലാ നേതാക്കന്മാരുണ്ട്. ഹസൻ, എല്ലാവരും സ്റ്റേജ് മക്കറി ഇരിക്കുകയാണ്. എന്ത് കണ്ടാത്തൊന്നും ഇവരെ ജാഥ അവിടെ സമാപിക്കുന്നത്? മുഖ്യമന്ത്രിമാരുടെ അടുത്ത പരിപാടിയുടെ സമാപനമല്ല, കോൺഗ്രസ് എന്തോ നടത്തിയിട്ട് അതിന്റെ സമാപനാണെന്നാണ്. സുധാകരന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസുകാർ വെള്ളമടിച്ചു, നന്നായി. ബാക്കിയുള്ളവരെ പ്രസംഗം കൂടി കഴിഞ്ഞാൽ പിന്നെ അതാ ഒരു സ്ഥിതി. എന്തായിരുന്നു ഇവിടെ പരാതി? ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രസംഗിക്കാൻ അവസരം തന്നില്ല, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെള്ളമടിച്ചു. നല്ല വെള്ളം, ശുദ്ധജലമാണ് അടിച്ചത്. ഡൽഹിയിൽ വെള്ളമടിച്ചാൽ മലിനജലാണ് അടിക്കുക. മനസ്സിലായെങ്കിൽ നമ്മളെ ഡ്രെയിനേജിലെ വെള്ളം എടുത്തിട്ട് സംസ്കരിച്ചിട്ടേ അതുകൊണ്ട് അടിക്കും. ഭയങ്കര മണ, ഒരാഴ്ച കുടിക്കാൻ പറ്റൂല, അത്ര മണ. ഇവിടെ നല്ല വെള്ളം, കുളിക്കാത്ത കോൺഗ്രസ്സുകാർക്ക് കുളിക്കാനുള്ള സൗകര്യം കൂടി കൊടുക്കുന്ന തരത്തിലുള്ള ശുദ്ധജലം അങ്ങ് അടിച്ചു കൊടുത്തു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇവരുടെ സമീപനം നോക്കൂ നിങ്ങൾ. നിഷേധാത്മകതയാണ്. കേരളത്തിന്റെ വളർച്ചയെ തടയാൻ കേന്ദ്രം നടത്തുന്ന എല്ലാ തെറ്റായ നീക്കങ്ങൾക്കും അനുകൂലമായി സമീപനം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാമൂഹ്യ തുല്യതയുടെ കേരള മുന്നേറ്റത്തിന്റെ അടുത്ത ഘട്ടം ഇതിനേക്കാൾ മികച്ചതാവുന്നതിനും എതിരായുള്ള കേരള വിരുദ്ധമായ നിഷേധാത്മകതയാണ് കേരളത്തിലെ പ്രതിപക്ഷം, കോൺഗ്രസ്, UDF ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ ഗൂഢാലോചന നടക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അവിടുന്ന് ഈ സംസ്ഥാന ഗവൺമെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കാനുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുന്ന സമീപനം ഇവിടെ ഈ കോൺഗ്രസ്സുകാർ. കേന്ദ്രത്തിനെതിരായിട്ട് അവർക്കൊരു കുറ്റമില്ല. പാർലമെന്റിലേക്ക് ഇവിടുന്ന് കുറെ ആൾക്കാർ ജയിച്ചുപോയി. ഇങ്ങനത്തെ MP-മാർ എവിടെയെങ്കിലും ഉണ്ടാവും? ഒറ്റ ജോലി അവർക്കുള്ളൂ. എന്താണ്? രാഹുൽ ഗാന്ധി പാർലമെന്റ് പോകുമ്പോൾ എടുത്തും നടക്കുക. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എപ്പോൾ രാഹുൽ ഗാന്ധി പോകുമ്പോൾ 3 കേരള MP-മാരുണ്ടോ? പിന്നെ ആരെങ്ങനെ വെറുതെ എങ്ങനെ നടക്കരുത്? പിന്നെ ഒഴിവുള്ളപ്പോൾ താജ്മഹൽ കാണാൻ പോവുക, മറ്റേ റെഡ് ഫോർട്ട് കാണാൻ പോവുക, കുത്തബ് മിനാർ കാണാൻ പോവുക. അതിൽ നല്ല വിദഗ്ധന്മാരാ കേരള MP-മാർ. ആ പാർലമെന്റിനകത്ത് സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും പറയില്ല. പിണറായിക്ക് എതിരായ പ്രസംഗം അത് കേരള നിയമസഭയിലായിരിക്കും. BJP-കാർ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. കാരണം കേരളത്തിന് വേണ്ടി പറയാൻ ആരും ഇല്ലല്ലോ അവിടെ. ഈ ജാതി MP-മാരെല്ലാം ഇവിടെ നിന്ന് ജയിച്ചു വരുന്നത്. അവരൊക്കെ രണ്ടാമത് മത്സരിക്കാൻ വരുന്നുണ്ട്. ജനങ്ങളെ മുന്നിലേക്കാണ് വരുന്നത് എന്നതാണ് നമുക്കൊരു സമാധാനം. എങ്ങനെ പ്രവർത്തിച്ചു ഈ കേരളത്തിലെ പ്രതിപക്ഷം? കേരള വിരുദ്ധർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരന്റെ താല്പര്യത്തിനെതിരായി നിൽക്കുന്നവർ, ആ നിലയിലുള്ള സംവിധാനമാണ് അവരുടേത്. ഇപ്പോഴും കേരളത്തിന്റെ അവകാശം നിഷേധിച്ചപ്പോ, സംസ്ഥാനങ്ങളുടെ പൊതുവകാശം നിശ്ചയിച്ചപ്പോ ഇവരൊക്കെ പിണറായി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പിണറായി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോവാം. എന്തൊരു സന്തോഷമായിരിക്കും. നമ്മളെ കാശ് കേന്ദ്രം തരാത്തപ്പോൾ ചോദിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ MP-മാരും MLA-മാരും മന്ത്രിമാരും ഒക്കെ കൂടി ഒന്ന് ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെ പൈസ ഉണ്ടായിരുന്നു. ഒരു കരുത്തുണ്ടാവില്ലേ? ഞങ്ങൾക്ക് നേരായിട്ടില്ല. ഇവർക്ക് എന്നാ നേരാവുക? ഇവർ ഇവിടെ സമരം നടത്താം നമുക്കെതിരായിട്ട്. അവിടേക്ക് സമരമില്ല. ഒന്നാം തരം സമരമാണല്ലോ നടത്തിപ്പോണത്. നിങ്ങളിപ്പോ കണ്ടില്ല, ഇപ്പൊ പോകണ്ടല്ലോ. ഡൽഹി പോയോ? വന്നോ? പിണറായി ഡൽഹി പോയില്ലേ? MLA-മാര് പോയില്ലേ? MP-മാര് പോയില്ലേ? നമ്മുടെ മന്ത്രിമാര് പോയില്ലേ? അത് ഇന്ത്യയിലുണ്ടാക്കിയ ഒരു സ്വാധീനം എന്താ? ആ സമരം നടന്ന ഡൽഹിയിലെ മുഖ്യമന്ത്രി അവിടെ വന്നു. അതിന്റെ അടുത്ത സംസ്ഥാനമായ പഞ്ചാബിലെ മുഖ്യമന്ത്രി അവിടെ വന്നു. അതിന്റെ അടുത്ത സംസ്ഥാനമായ ജമ്മു കാശ്മീരിലെ പഴയ മുഖ്യമന്ത്രി അവിടെ വന്നു, ഫാറൂഖ് അബ്ദുള്ള. ഡൽഹിയിൽ ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു സമരം നടന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന, ഫെഡറൽ സാമ്പത്തിക സംവിധാനങ്ങളെ തകർക്കുന്ന, കേന്ദ്ര നയത്തിനെതിരായി ഈ രാജ്യത്തെ ജനവിരുദ്ധമായി നരേന്ദ്രമോദി ഗവൺമെന്റ് തുടരുന്ന, കഴിഞ്ഞ ഒരു ദശാബ്ദമായി തുടരുന്ന നയങ്ങൾക്കെതിരായി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ സമരമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കണ്ടത്. ഈ BJP-യെ ചോദ്യം ചെയ്യാൻ ആരുമില്ലേ എന്ന് ചോദിക്കുന്നിടത്ത്, BJP-യുടെ തെറ്റ് ഇങ്ങനെ ഇടതടമില്ലാതെ, തടസ്സമില്ലാതെ മുന്നോട്ട് പോകും എന്ന് കരുതുന്നിടത്ത്, ഇല്ല, ഇതിനെ പ്രതിരോധിക്കും എന്ന ഉറച്ച ശബ്ദം കേരളത്തിൻ്റെതാണ് ഇന്ത്യയിൽ മുഴങ്ങിയത്. ഇടതുപക്ഷത്തിന്റെ കരുത്താണത്, CPIM-ന്റെ കരുത്താണത്. അതാണ് ഈ പാർട്ടി നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
രാഷ്ട്രീയ ദൗത്യം. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ മുന്നിൽ ആ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഒരു സംശയവുമില്ല. അത് ന്യൂനപക്ഷ പ്രീണനല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ന്യൂനപക്ഷമാണ്. UAPA ഏറ്റവും കൂടുതൽ ചുമത്തുന്നത് ന്യൂനപക്ഷത്തിനെതിരായിട്ടാണ്. ന്യൂനപക്ഷത്തിന്റെ വീടുകളുടെ മുകളിലൂടെയാണ് സംഘപരിവാറുകാരൻ, RSSകാര്, അവരുടെ നേതാവ് യോഗി ബുൾഡോസർ ഉരുട്ടുകയറ്റി പോകുന്നത്. ആരും ചോദ്യം ചെയ്യാനുണ്ടാവില്ല എന്ന് കരുതിയോ? അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എത്ര MP ഉണ്ട്? ഞങ്ങൾക്ക് MP MLA ഒന്നുമില്ല. ഡൽഹിയിലോ MP ഇല്ല, MLA ഇല്ല, മുനിസിപ്പൽ കൗൺസിലറും ഇല്ല. പക്ഷേ ന്യൂനപക്ഷത്തിന്റെ വീട്ടിന്റെ മുന്നിലേക്ക് ഉരുണ്ടു വന്ന ബുൾഡോസറിന്റെ മുന്നിൽ പോയി നിർത്തട എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. ഒരു സംശയക്കാര്യത്തിൽ ഉണ്ടാവണ്ട. ദുർബലന്റെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു സംശയം ഞങ്ങൾക്കില്ല. ലോകാവസാനം വരുന്നത് ഇങ്ങനെ തന്നെ പോകുന്നതാണോ? അങ്ങനെയാണോ കരുതുന്നത്? അതുമല്ല. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, UDF പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെല്ലാം മുഖ്യ ശത്രുവായിട്ട് ഇടതുപക്ഷത്തേക്കാണ് അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരിക. ഇറങ്ങിയിട്ടുണ്ടല്ലോ. മോഡിക്കെതിരെ ഒരു വാക്കുണ്ടോ ഇവരുടെ ജാഥയില്? സുധാകരനും സതീശനും കൂടി ജാഥ നടത്തുന്നുണ്ടല്ലോ. മറ്റേ അക്നി പണ്ടൊക്കെ വീഡിയോ കളിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പൊ കുറഞ്ഞുപോയി. ആ അഗ്നി കൊണ്ട് ഒരു ഒറ്റ ഉപകാരം ഉണ്ടാവുള്ളൂ. ഒരു വീടി വേണമെങ്കിൽ ഒന്ന് പുകച്ചു നോക്കാം. ഒന്നും കത്തിക്കാനുള്ള കരുത്തൊന്നും ആ അഗ്നിക്കില്ല എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ജാഥ നടത്തിയപ്പോൾ അവരുടെ ആ സ്നേഹപ്രകടനം കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുക. ഭയങ്കര സ്നേഹം. അതുകൊണ്ട് ജാഥ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു പുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കും. അത് തെറിയുടെ ഡിക്ഷണറിയാണ്. തെറിക്കൊരു ഡിക്ഷണറി വേണ്ടേ? ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, ഹിന്ദി മലയാളം ഡിക്ഷണറി എന്നൊക്കെ പറയും പോലെ തെറിക്കൊരു ഡിക്ഷണറി. അതിൻ്റെ പാഠപുസ്തകം സുധാകരനും നമ്മളെ സതീശനും കൂടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനെ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ആ ഫോട്ടോ കൊടുക്കാനുള്ള അവസരം ഇവരെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാപ്രകൾക്ക് കിട്ടും എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരാൻ പോകുന്നത്. എന്ത് പ്രതിപക്ഷം? എന്താ സ്ഥിതി? എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാട് ഇതിന്റെ മുന്നിൽ നിൽക്കും, കീഴടങ്ങും. അങ്ങനെ തെറ്റിദ്ധാരണ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ മോഡി BJP, അതായത് ഇന്ത്യ രാജ്യം അവരുടെ ഈ തെറ്റിന്റെ കൂടെ അങ്ങ് നിൽക്കും. അനന്തമായ കാലത്തേക്ക് RSS അജണ്ടകൾ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കും. ഈ നാട് ഈ തെറ്റിന് കീഴ്പ്പെടും. അടിമകളെപ്പോലെ ഇന്ത്യയിലെ ജനങ്ങൾ സംഘപരിവാറിന്റെ നിശംസതയുടെ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ അങ്ങനെ അനങ്ങാതെ നിൽക്കും. അതൊന്നും ആരും കരുതേണ്ടതില്ല. വെള്ളക്കാരന്റെ നിറതോക്കിന്റെ മുന്നിൽ തകരാതെ പതരാതെ നിന്ന ഇന്ത്യക്കാരൻ ഈ വെല്ലുവിളിയുടെയും മുറിച്ചു കടന്നു തന്നെയാണ് മുന്നോട്ട് പോവുക എന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഈ വെല്ലുവിളിയെ മുറിച്ചു കടക്കുന്നിടത്ത് ഒരു ബദൽ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു. തൊഴിലാളികളുടെ, കൃഷിക്കാരന്റെ, പാവങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ബദൽ രാഷ്ട്രീയത്തിന്റെ കരുത്ത് ഇന്ത്യയിൽ വളരുന്നു. ആ ബദൽ രാഷ്ട്രീയം CPIM മുന്നോട്ട് വെക്കുന്നത്, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതിന് മാത്രമേ സമഗ്രമായ സമീപനമുള്ളൂ. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ അതിന് മാത്രമേ സാധിക്കുന്നുള്ളൂ. ഏറ്റവും മാതൃക കേരളമാണ്. വർഗീയ സംഘർഷങ്ങളില്ല, കലാപങ്ങളില്ല. എല്ലാവർക്കും സുഖമായി സ്വൈരമായി വീട്ടിൽ കിടന്നുറങ്ങാം. അങ്ങനെ ഒരു നാട് ഇന്നത്തെ ഇന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ. ചെങ്കൊടി പാറിക്കളിക്കുന്ന കേരളം തന്നെയാണ് മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അത് തകർക്കാനാണ് അവർ നോക്കുന്നത്. അത് തകർക്കാനുള്ള പരിശ്രമമാണ്. കൈകോർത്ത് പിടിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകന്മാരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അവരുടെ മുഖ്യ ശത്രു പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും CPIM-ഉമാണ്. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി ഇന്ന് മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിലെ ശതകോടീശ്വരന്മാർ. TV തുറക്കുമ്പോൾ കാണാം വാടകയ്ക്കെടുത്ത് അളവിച്ചടിക്കാൻ നമുക്കെതിരായിട്ട്. ഒരു 7 മണി മുതൽ തുടങ്ങും 12 മണി വരെ നമുക്കെതിരായിട്ട് ഇങ്ങനെ പറയൽ തന്നെയാ. പണ്ടത്തെ അത്ര ആൾക്കാർ കാണുന്നില്ല. അപ്പൊ ഒരു സമാധാനം അതാ. ഇവരൊക്കെ വിചാരിച്ചത് അങ്ങനെ കുറെ ആൾക്കാരാണ് പറഞ്ഞാൽ പാർട്ടി ചണ്ടേ പോകും. ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ പാർട്ടിക്കെതിരായി കളവ് പറഞ്ഞാൽ ഇല്ലാതാവുന്ന പാർട്ടിയാണോ CPM?
കളവ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാമെന്ന് പണ്ട് ജവഹർലാൽ നെഹ്റുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. EMS പറഞ്ഞു. EMSനോട് ജവഹർലാൽ നെഹ്റു ചോദിച്ചു, എന്തോ നെഹ്റു ഒരു സുഹൃത്തുക്കളാ, എന്താ EMS ഇത്ര അധികം ആൾക്കാർ വിമോചന സമരത്തിൽ വെച്ചു? EMS പറഞ്ഞു, ഇത്ര നുണയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നുണ കേട്ടു വന്ന ആളാണ്, സത്യം മനസ്സിലാക്കാത്തോണ്ട് ഒരു വന്നാണ്. എത്ര നല്ല മറുപടിയാ. അവിടാണ് 60-ൽ വിമോചന സമരം നടത്തി നമ്മളെ പുറത്താക്കി. ഇപ്പൊ കൊല്ലത്തിലായി 64 കൊല്ലായി. വിമോചന സമരം നടത്തിയവരെല്ലാ അധികാരത്തിൽ, വിമോചന സമരത്തിൽ നിങ്ങൾ തകർത്ത ഇടതുപക്ഷമാണ് ഇപ്പോഴും കേരളത്തിൽ അധികാരത്തിൽ എന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോ ഈ സംഘപരിവാർ വെല്ലുവിളിയുടെ മുന്നിൽ ഈ കോർപ്പറേറ്റുകൾ മുഴുവൻ പ്രതിലോമതയ്ക്ക് പിന്തുണ നൽകുമ്പോൾ, എല്ലാ തെറ്റിന്റെയും മുകളിൽ ന്യായീകരണം കണ്ടെത്താൻ വർഗീയവാദികൾ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, രാഷ്ട്രീയ അവസരവാദത്തിന്റെ ഭാഗമായുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ നേരെ കാലുമാറി കോൺഗ്രസിലേക്ക്, BJPയിലേക്ക് പോകുമ്പോൾ, ഉറച്ച കാൽവയ്പുമായി കരുത്തോടുകൂടി ഈ തിന്മയെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയിൽ നിന്ന് തോൽപ്പിക്കാനുള്ള ജനമുന്നേറ്റത്തിന് രൂപം നൽകുകയാണ് കേരളത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനം. ഇന്ത്യയിൽ തന്നെ ബദലുണ്ടാക്കാനാകുമോ എന്ന പരിശോധനയുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയും. ഇപ്പം BJP ശക്തി കൂടി എന്ന് വിചാരിച്ച് ജയിക്കൂല എന്നുള്ള, ജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഓരോ പാർട്ടീനെ ഉണ്ടാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കിയ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക പാർട്ടികളെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പായിട്ട് രണ്ടാക്കാണ്. ബീഹാറിൽ, നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ, അതിൻ്റെ അപ്പുറത്ത് തെലങ്കാനയിൽ, ഇപ്പുറത്ത് പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ ഒക്കെ BJP നടത്തുന്ന പരിശ്രമം എന്താ? തെരഞ്ഞെടുപ്പ് ജയിക്കൂല, നിലവിലെ സീറ്റ് നിലനിർത്താനാവില്ല. അപ്പൊ അവിടുത്തെ പ്രതിപക്ഷ ഐക്യത്തെ തകർക്കണം, പ്രാദേശിക പാർട്ടികളെ തകർക്കണം. നമ്മുടെ പാർട്ടിയുടെ 23-ാം പാർട്ടി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ രേഖയിൽ നമ്മൾ പറഞ്ഞു, BJPയെ തോൽപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ പ്രാദേശിക പാർട്ടികൾക്ക് നിർണായകമായ പങ്ക് ഇന്ത്യയിൽ വഹിക്കാനാവും. അവരെ ഒന്നിപ്പിക്കണം ആ സഖ്യത്തിൽ. ഇപ്പൊ BJP എടുത്ത പരിശ്രമം എന്താ? ഇവരെയൊക്കെ ഭിന്നിപ്പിച്ചിട്ട് അധികാരത്തിൽ മുന്നോട്ട് പോകാനാവുമോ എന്ന പരിശോധനയാണ്. പക്ഷേ അങ്ങനെ BJPക്ക് പിടിച്ചെടുക്കാനാവില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പാർലമെന്റ് മണ്ഡലങ്ങളിലും BJPക്കെതിരായി പ്രതിപക്ഷ പാർട്ടികളുടെ വിപുലമായ ഐക്യനിര വളർന്നു വരികയാണ്. നരേന്ദ്രമോദിയുടെ ഭരണം തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് ശ്രുതിപാഠകന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ BJPയുടെ രാഷ്ട്രീയത്തെ തോൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. വസ്തുനിഷ്ഠമായ പരിശോധനയിൽ മാധ്യമ പ്രചരണത്തിന്റെ അപ്പുറത്താണ് സത്യം. അങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാവും. ആ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമോ? അതിന് ആ രാഷ്ട്രീയ മാറ്റത്തെ ബലപ്രദമായ രൂപത്തിൽ സാധാരണക്കാരന്റെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള രാഷ്ട്രീയ ശക്തി ഉണ്ടാവണം. CPIMന്റെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിക്കണം. പാർലമെന്റിൽ കൂടുതൽ CPIM അംഗങ്ങൾ ഉണ്ടാവണം. കഴിഞ്ഞ 5 കൊല്ലത്തെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോക്കൂ നിങ്ങൾ. എപ്പോഴെങ്കിലും ആ പാർലമെന്റ് ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്തോ? ചർച്ച ചെയ്യാൻ BJP സമ്മതിച്ചോ? MP-മാരെ കൂട്ടത്തോടുകൂടി സസ്പെൻഡ് ചെയ്തില്ലേ? സാമ്പത്തിക വിഷയങ്ങൾ, ജനങ്ങളുടെ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തു. എത്ര മറ്റത് എല്ലാ ആഴ്ചയും ജനകീയ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യൂലേ? കമ്മ്യൂണിസ്റ്റുകാരന് മുന്നിൽ നിൽക്കില്ലേ? തൊഴിലില്ലായ്മയുടെ, വിലക്കയറ്റത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ, കാർഷിക തകർച്ചയുടെ എല്ലാ വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യൂലേ? BJP നിശബ്ദമാക്കിയ പാർലമെന്റിൽ ആ ശബ്ദം മുഴങ്ങിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം പാർലമെന്റിൽ കുറഞ്ഞപ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കാൻ ആളില്ല. പാവങ്ങൾക്ക് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി, കർഷകന് വേണ്ടി, പണിയെടുക്കുന്നവന് വേണ്ടി, തൊഴിൽ രഹിതന് വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്ത ഇന്ത്യൻ പാർലമെന്റ് അല്ല, പടപെട്ടുന്ന ഒരുപാട് MP-മാരുള്ള ഇന്ത്യൻ പാർലമെന്റാണ് ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊള്ളാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ MP-മാർ ഇടതുപക്ഷത്തിന് ലഭിക്കുക കേരളത്തിൽ നിന്നാണ് എന്ന് ഉറപ്പാക്കേണ്ട ചരിത്ര സന്ദർഭമാണിത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി അടുത്തൊരു 2-3 മാസം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവാൻ പോകുന്ന രാഷ്ട്രീയ കാലമാണ്. ആ രാഷ്ട്രീയ സന്ദർഭത്തിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിക്കണം. പാവപ്പെട്ടവരും തൊഴിലാളികളും കൃഷിക്കാരും അടങ്ങുന്ന ബഹുജന സമൂഹത്തെ
അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് പ്രാകൃത കാലത്തിലേക്ക് ഇന്ത്യയെ നയിച്ചു കൊണ്ടുപോവുക എന്ന ലക്ഷ്യം വെച്ച് നമ്മുടെ നാടിനെ തകർക്കാൻ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ, പ്രത്യേകിച്ച് സംഘപരിവാറും അവരുടെ കൂട്ടുകാരും നടത്തുന്ന പരിശ്രമങ്ങളെ പ്രതിരോധിച്ചു തോൽപ്പിക്കാൻ ഏറ്റവും വലിയ കരുത്ത് വർദ്ധിക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെതാണ്, CPIM-ന്റേതാണ്. ആ നിലയിൽ നമ്മുടെ ഓരോ ഗ്രാമത്തിലും നമ്മൾ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി ഈ മഹാസമരത്തിൽ, തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാനാവണം. വരും ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയുടെ ശക്തി ഇതിനേക്കാൾ വർദ്ധിക്കണം. കൂടുതൽ ആളുകൾ പാർട്ടിയുമായി സഹകരിച്ച് സമരങ്ങളിലും പോരാട്ടങ്ങളിലും അണിനിരക്കണം. അതിനെല്ലാമുള്ള പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്ത പുതുക്കിപ്പണിത ഈ ഓഫീസിനും നമ്മുടെ ഈ പ്രദേശത്തെ പാർട്ടിക്കും കഴിയണം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. സഹാക്കളെ, ആരും പോവരുത്. നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ സ്നേഹവീടിന്റെ താക്കോൽദാനവും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എരമൽ മേഖലയ്ക്കകത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ കാലം അധ്വാനിച്ചിട്ടുള്ള ചില സഹാക്കളെ ആദരിക്കുകയും കൂടി ചടങ്ങുണ്ട്. അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസാരിക്കും. അതിനുശേഷം നമ്മുടെ ഒരു ഗാനമേളയോട് കൂടിയിട്ട് നന്ദേട്ടൻ പ്രസംഗം കഴിഞ്ഞാൽ അവസാനിക്കുകയാണ്. അപ്പോൾ സഹാക്കളാരും തന്നെ പോകരുത്. നമ്മുടെ താക്കോൽദാനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദീർഘകാലം നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സഹാക്കളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ പാർട്ടി PB അംഗം വിജയന്റെയും അതുപോലെ നമ്മുടെ MLA-യും DCS-നെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരി അമണിയെ ക്ഷണിക്കുകയാണ്. ഫോട്ടോ കിട്ടാൻ വേണ്ടി പുന്ന ഏരിയ സെക്രട്ടറിയും നമ്മുടെ ഈ PVG സ്മാരക മന്ദിരം അന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിച്ച സഖാവ് ഏക്കിക്കുള്ള ആദരം സഖാവ് വിജയേട്ടൻ കൊടുക്കും. ഒരു സാധനമുണ്ട് എവിടെ അജയ? ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്. സഖാവേ, ഞങ്ങളെ ആകെ നയിച്ച സഖാവേ, നമ്മുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച സഖാവ് KP ചന്ദ്രേട്ടൻ, വീട്ടിലേക്ക് നല്ലൊരു ചിത്രം കിട്ടി. ദീർഘകാല വരമംഗലം മേഖലയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് PP ബാലേട്ടൻ, നമ്മളെ സുഹൃത്തുക്കളാണ്. പിന്നെ പ്രായം ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് കണ്ടുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന, നേരത്തെ ഈ ഓഫീസിന്റെ ഉദ്ഘാടന സമയത്തും ഒക്കെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന സഖാവ് NK അപ്പുണ്ണി സഖാവ്.
കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃനിരയിലുണ്ടായിരുന്ന സഹവൻ കെ പണിസു. മഹിളാ അസോസിയേഷന്റെ നേതാവും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായി ദീർഘകാലം ഉണ്ടായിട്ടുള്ള സഖാവ് KV തങ്കയെടുത്തി. ലോക്കൽ കമ്മിറ്റി മെമ്പറും എരമംഗലം ബ്രാഞ്ചിന്റെ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച സഖാവ് PV കൃഷ്ണൻ, ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മൾ PV കൃഷ്ണൻ. ഇനി നമ്മുടെ ഓഫീസിന്റെയും വീടിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ച അതിന്റെ എഞ്ചിനീയർ സഖാവ് സജീഷിനുള്ള ഉപഹാരം നൽകും. പാർട്ടി മെമ്പറാണ്, എരമംഗലം വെസ്റ്റ് ബ്രാഞ്ചിലെ മെമ്പറാണ് സഖാവ് സജീഷ്. ജയണ്ണ ഇനി പൊതുയോഗത്തിൽ 2 നന്ദേടനും അതുപോലെ തന്നെ ഈയനും സംസാരിക്കും. അത് കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ നേരമുള്ള ഗാനമേളയുണ്ട്. പാട്ട് പാടേണ്ടവർക്ക് പാടാം, പാടാൻ ആളുകൾ വേറെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയാൽ മതി. പൊതുയോഗത്തിന് തുടർച്ചയായിട്ട് ഗാനമേള നടക്കാൻ പോകുന്നുണ്ട്. ആ പാട്ട് കേൾക്കാനാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. അപ്പോൾ അവരുടെ ഗാനമേള വേഗം തുടങ്ങുന്നതിന് വേണ്ടി ഒരു ദീർഘമായ പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി നമ്മുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് വിജയരാഘവൻ ഇവിടെ സുദീർഘമായി സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. 17ാമത് പാർലമെന്റിലേക്ക് 17ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഒരു 18ാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയുടെ ഭരണം വീണ്ടും ആവർത്തിച്ചാൽ ഒരു 18ാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമ്മുടെ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ ഭരണഘടനയും രാജ്യത്ത് നിലനിൽക്കുന്ന പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. എന്നാൽ ആ ഭരണഘടന ഇല്ലായ്മ ചെയ്ത് കുഴിച്ചുമൂടി രാജ്യത്തെ ജനാധിപത്യം തന്നെ ഇല്ലായ്മ ചെയ്ത് രാജ്യത്തെ അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ ഇന്ത്യ രാജ്യം വംശീയ കലാപത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീനിലെ ഗാസയിൽ നടക്കുന്ന സമാനമായ വംശീയ വേട്ട ഇന്ത്യയിൽ ആവർത്തിക്കാനാണ് ഈ ഭരണം മുന്നോട്ട് പോയാൽ ഇടയാകുക. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് നമ്മുടെ രാജ്യത്തിന്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി തുടരുന്ന നരേന്ദ്രമോദിയുടെ ഭരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതനിരപേക്ഷതയും മതനിരപേക്ഷതയുടെ ഭാഗമായ ന്യൂനപക്ഷ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ബദൽ ഭരണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയണം. ഫാസിസ്റ്റ് വാഴ്ചയ്ക്ക് അറുതി വരുത്താനും അതിനെ പ്രതിരോധിക്കാനും കഴിയുന്ന കരുത്തുള്ളൊരു പാർലമെന്റ്, അതാണ് രൂപം കൊള്ളേണ്ടത്.
അത് രൂപം കൊള്ളണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ശക്തമാകണം. ഇടതുപക്ഷം ദുർബലമായാൽ ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ വളരെ പരിമിതപ്പെട്ടു, ശുഷ്കിച്ച പ്രാതിനിധ്യമാണ് ഉണ്ടായത്. ഇതിന് കൊടുക്കേണ്ടി വന്ന വില ഇന്ത്യ എന്ന ആശയം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാണ്. BJPയുടെ ഭരണം ഇന്ത്യയിൽ വരുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മാത്രമല്ല. ഇതിനു മുമ്പ് 7 വർഷക്കാലം 97 മുതൽ 2004 വരെയുള്ള 7 വർഷക്കാലം വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. ആ BJP ഗവൺമെൻറ്റിന് ഇന്ത്യൻ ഭരണഘടന കുഴിച്ചു മൂടാനും ജനാധിപത്യം തകർക്കാനും പാർലമെന്ററി വ്യവസ്ഥ അട്ടിമറിക്കാനും ഒക്കെ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വാജ്പേയി ഗവൺമെന്റിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ആ ഗവൺമെന്റിലുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി LK അദ്വാനി, വിദ്യാഭ്യാസ മന്ത്രി മുരളി മനോഹർ ജോഷി തുടങ്ങിയിട്ടുള്ള അതിതീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള മന്ത്രിമാരൊക്കെ ഉള്ള ഗവൺമെൻറ്റായിരുന്നു. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് കഴിയാതെ പോയത്? വാജ്പേയിക്ക് കഴിയാതെ പോയ കാര്യം ഇന്ത്യൻ ഭരണഘടനയെ മാറ്റാനും തകർക്കാനും മതനിരപേക്ഷത ഇല്ലാതാക്കാനും ന്യൂനപക്ഷ വേട്ട, വംശഹത്യ ഇന്ത്യയിലാകെ വ്യാപിപ്പിക്കാനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ജനവിരുദ്ധ രാജ്യവിരുദ്ധ നയങ്ങളെ ചെറുക്കാൻ, അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ കരുത്തുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ അഭാവമായിരുന്നു. വാജ്പേയി ഭരിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ശക്തമായൊരു ഇടതുപക്ഷം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇടതുപക്ഷക്കാരനെ ജയിപ്പിക്കുന്നത്? കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടതാണ്. പല പാർട്ടികളും പല ഗ്രൂപ്പുകളും ഇടതുപക്ഷത്തെ ജയിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇടതുപക്ഷത്തെ തോൽപ്പിച്ചാൽ, ഇടതുപക്ഷത്തെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കഴിഞ്ഞ 5 കൊല്ലക്കാലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ചോദിക്കാൻ സംഘപരിവാറിൻ്റെ സ്വേച്ഛാധിപത്യ നീക്കങ്ങളെ, വംശഹത്യയെ അരുത് എന്ന് പറയാൻ, ഇന്ത്യൻ ഭരണം കുഴിച്ചുമൂടാൻ അനുവദിക്കില്ല എന്ന് പറയാൻ പാർലമെന്റിനകത്ത് ആരുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലൊക്കെ മുന്നണിയിൽ നിന്ന കോൺഗ്രസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം, ആ പ്രതിപക്ഷം BJPയുടെ സംഘപരിവാറിൻ്റെ നയങ്ങളുമായി സമരസപ്പെട്ടു പോവുകയാണ്. ആ ജനവിരുദ്ധമായ നയങ്ങളെ ചെറുക്കാനല്ല, പ്രതിരോധിക്കാനല്ല, മറിച്ച് അതിനോട് സമരസപ്പെട്ടു പോകാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് 18 കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ MP-മാർ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുപോയി. ഈ പാർലമെന്റ് മെമ്പർമാർക്ക് നരേന്ദ്രമോദിയുടെ ജനവിരുദ്ധമായ, ന്യൂനപക്ഷ വിരുദ്ധമായ നയങ്ങളെ ചെറുക്കുന്നതിന് ചെറുവിരലനക്കാൻ, പ്രതിരോധിക്കുന്നതിന് ഇടപെടാൻ ഇന്ത്യൻ പാർലമെന്റിൽ വാതുറക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർലമെന്റ് സമ്മേളനങ്ങളിൽ ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടി ഒട്ടനവധി കരിനിയമങ്ങൾ അപ്പം ചുട്ടെടുക്കും പോലെ ചുട്ടെടുത്തപ്പോൾ ഈ നിയമങ്ങൾ അനുവദിക്കില്ല, ഈ നിയമങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ, അതിനെ ശക്തിയായി എതിർക്കാൻ
UDFന്റെ പാർലമെന്റ് മെമ്പർമാർ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന സ്വേച്ഛാധിപത്യ നീക്കത്തിനെതിരെ, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ അനുവദിക്കില്ല, ഈ കരിനിയമങ്ങൾ നടപ്പാക്കാൻ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന് ശക്തമായി പറയാൻ തയ്യാറാവാത്ത, രാജ്യത്തിനു വേണ്ടി ഒന്നും സംസാരിക്കാത്ത, ഇന്ത്യയായി നിലനിൽക്കുന്നതിന് വേണ്ടി അതിനെതിരായി ശക്തമായ നീക്കങ്ങൾ നടത്തുന്ന ഭരണവർഗത്തിന്റെ ദുർനയങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ഈ പാർലമെന്റ് മെമ്പർമാർ എന്ത് ചെയ്തു എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി വിചാരണ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത്തരം പാർലമെന്റ് മെമ്പർമാരെ തെരഞ്ഞെടുത്തിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരമ്പരാഗതമായ രീതിയിൽ നിന്നൊന്ന് മാറണം, ഒന്ന് മാറ്റി ചിന്തിക്കണം. ഇല്ലെങ്കിൽ രാജ്യം ഉണ്ടാവില്ല. ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ബ്ലോക്കിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യയായി നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട ബാധ്യത രാജ്യമേറ്റെടുക്കണം. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാജ്യ താൽപര്യം ഉയർത്തിപ്പിടിക്കാൻ, രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കഴിയൂ. അതിന് ഇടതുപക്ഷ പ്രതിനിധികളെ പാർലമെന്റിലേക്ക് അയക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊതുസമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും നമ്മുടെ MLA ആയിട്ടുള്ള സഖാവ് നന്ദേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് വിജയരാഘവൻ അടക്കമുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സഖാവ് വിജയരാഘവൻ ആനുകാലിക ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, ആ പ്രശ്നങ്ങളോടൊപ്പം തന്നെ അത് നേരിടേണ്ട ആവശ്യകതയെ സംബന്ധിച്ചും ഇന്നത്തെ അതിഗുരുതരമായ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ മോഹനം പറഞ്ഞ പോലെ തന്നെ ഗാനമേള ആസ്വദിക്കുന്നതിന് വേണ്ടിയിരിക്കുന്നവരാണ് നല്ലൊരു ശതമാനവും സഖാക്കളും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ മനുഷ്യരായി ജീവിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും നേടുക എന്നതാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ബാധ്യത. ആ കരുത്ത് നേടണമെങ്കിൽ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടും ശക്തമായ രൂപത്തിലേക്കുള്ള ധൈര്യവും അതോടൊപ്പം തന്നെ പ്രവർത്തന ശൈലിയും പുതിയ രൂപത്തിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ വിജയ് സൂചിപ്പിച്ച പോലെ കടുത്ത രൂപത്തിലേക്കുള്ള ആക്രമണം നടക്കുമ്പോൾ അത് ചെറുത്തു നിൽക്കുക അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ആഹ്ലാദകരമായ കാര്യം അത് ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പുതിയ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നു എന്നതാണ്. വടക്കേ ഇന്ത്യയിലെ കർഷകരുടെ പ്രസ്ഥാനം, നമ്മൾ ഇന്നലെ വരെ രംഗത്ത് വരാത്ത കൃഷിക്കാരൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് വന്നിരിക്കുന്നു. കൃഷിക്കാരും തൊഴിലാളികളും തമ്മിൽ യോജിച്ചുകൊണ്ടുള്ള വലിയ പോരാട്ടം, ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബുദ്ധിജീവികളുടെ രംഗത്ത് വരവൽ, ഇതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എല്ലാം കൊണ്ടും വളരെ ഗൗരവതരമാണ് എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകന്മാരും രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിലെ UDFനെ സംബന്ധിച്ച് വിജയം പറഞ്ഞു. ഞാൻ ഇന്നിവിടെ വരുമ്പോൾ ഒരു ചാനലിൽ വാർത്ത കേട്ടത് ജാർഖണ്ഡിലെ ഏക കോൺഗ്രസിന്റെ MP ഗീതാ കോഡ രാജിവെച്ച് BJP ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. കോൺഗ്രസിന്റെ ഏക MP-യാണ് ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം. മാതൃഭൂമി ചാനലിലാണ്. മാതൃഭൂമി ചാനലിൽ തന്നെ പറഞ്ഞത് കോൺഗ്രസിന്റെ ജാർഖണ്ഡിലെ ആശയം അവസാനിച്ചു എന്നാണ്. അതാണ് കോൺഗ്രസ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP-യാണ്.
അവർക്കൊരുക്കും ഒരിക്കലും വർഗീയത ചെറുക്കാൻ കഴിയില്ല. അവർക്കൊരിക്കലും നവലിബറൽ നയങ്ങളെ എതിർക്കാൻ കഴിയില്ല. ഈ രണ്ട് നയങ്ങളുടെയും വക്താക്കളും പ്രയോക്താക്കളുമാണ് കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ്സുകാരും നാളെ BJP ആവും. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് വിശദമായ ചർച്ചയിലേക്ക്, ഈ രാഷ്ട്രീയ രംഗത്തെ ചർച്ചയിലേക്ക് നമുക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകന്മാരും ഇന്ന് മുതൽക്ക് പൂർണ്ണമായും രംഗത്തിറങ്ങണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായൊരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് വിധിയോടുകൂടി ഉണ്ടാവും. 971 പൊന്നാനി താലൂക്കിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവസാനമായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു MP-യെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ സഖാവ് MK കൃഷ്ണനെ. 971 ശേഷം ഇന്നേ വരെ മുസ്ലിം ലീഗിന്റെ ഒരു കുത്തക സീറ്റായിട്ടാണ് പൊന്നാനി പാർലമെന്റ് സീറ്റ് മാറിയത്. ഈ പ്രാവശ്യം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന കാര്യം സംശയമില്ല. നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്ന ശേഷം പൂർണ്ണമായും നമ്മുടെ സഖാക്കൾ രംഗത്തിറങ്ങണം. നാളെ വൈകുന്നേരം എല്ലാ ബൂത്തടിസ്ഥാനത്തിലും നമ്മൾ ചിഹ്നം വിളിച്ചുകൊണ്ട്, സ്ഥാനാർത്ഥിയുടെ പേര് വിളിച്ചുകൊണ്ട്, നമുക്ക് വലിയ തോതിലേക്കുള്ള പ്രകടനം നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് ഇറങ്ങണം. അതിന് ഇറങ്ങണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഖാവ് അജയനെ ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിക്ക് ശേഷം തൃശ്ശൂർ ക്ലാസിക് നയിക്കുന്ന ഗാനമേള ഉണ്ടാകും. നമുക്കറിയാം, ഈ PVG സ്മാരക മന്ദിരത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങും ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട PB മെമ്പർ സഖാവ് AV ജയരാഘവൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK കലിമുദ്ദീൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് E സിന്ധു, അതുപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞ്, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി മെമ്പർമാരായ ഹുസൈൻ പാടത്തകായിൽ, അതുപോലെ തന്നെ സെൻട്രൽ സുരേഷ് കാക്കനാത്ത്, സുനിൽ കാരാട്ടൽ, അതുപോലെ തന്നെ NK സൈനുദ്ദീൻ, മറ്റ് മുഴുവൻ സഖാക്കളെയും, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആദരിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പഴയകാല നേതാക്കന്മാർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റ് സഖാക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു.
കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. സദ്ഗുണ സമ്പന്നമായ അരമംഗലത്തിന്റെ സമസ്ത മേഖലകളിലും നിറസാന്നിധ്യമായ PVG സ്മാരക മന്ദിരം, അതിന്റെ നവീകരിച്ച കെട്ടിടോദ്ഘാടനവും സ്നേഹവീടിന്റെ കൈമാറ്റവും നിങ്ങളേവരുടെയും സാന്നിധ്യത്തിൽ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ കരങ്ങളാൽ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ ബൃഹത്തായ വേദിയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കായി ഒരുക്കിയ ഈ സംഗീത വിരുന്ന് ഇവിടെ നിങ്ങളേവരുടെയും അനുഗ്രഹത്തോടെ, പ്രോത്സാഹനത്തോടെ, സപ്പോർട്ടോടുകൂടെ ആരംഭിക്കട്ടെ. ആദ്യ ഗാനവുമായി വേദിയിലെത്തുന്നു പ്രിയപ്പെട്ട ഗായകൻ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടനവധി വേദികളിൽ തന്റേതായ കഴിവ് തെളിയിച്ച പ്രിയ ഗായകൻ സുരേഷ് ശങ്കറിനെ നല്ലൊരു കയ്യടിയോടുകൂടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനം കേരളം, കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനം കേരളം. പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നെല്ലിൻ പാടത്തിലൂടെ, പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മറ്റത്തെ മാണിക്കത്തേർ വരും മാനസ പൂക്കളങ്ങളാടും ആടും. കേരളം 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 നീരതമാലകളാൽ പൂവിടും മാനം കണ്ട് നീളാനദി ഹൃദയം പാടും, നീരതമാലകളാൽ പൂവിടും മാനം കണ്ട് നീളാനദി ഹൃദയം പാടും, തോണിപ്പാട്ടറിയുന്ന കാറ്റത്തു തുള്ളുമോളം കൈകൊട്ടി പാട്ടുകൾ തന്നേളം മേളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനം കേരളം, കേരളം കേരളം കേരളം. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ശ്രീ
ഗാനം പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗം എന്ന ഗാനം.